തൂക്കുപാലത്തെ വഴിയിട വിശ്രമ കേന്ദ്രം ഇപ്പോഴും വിശ്രമത്തിലാണ്. വഴിയിടം പ്രവർത്തനം സജ്ജമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വിനോദസഞ്ചാരികളും പൊതുജനങ്ങളുമായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാതെ നശിക്കുകയാണ്. രാമക്കൽമേട് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനെത്തുന്നവർ തങ്ങുന്ന മേഖലയാണ് തൂക്കുപാലം. ഹൈറേഞ്ചിലെ പ്രധാന പൊതുമാർക്കറ്റുകളിലൊന്നായ ഇവിടെ മാർക്കറ്റ് ദിവസങ്ങളിൽ നിരവധി ആളുകളാണ് എത്തുന്നത്. വിനോദസഞ്ചാരികൾക്കും വ്യാപാരാവശ്യങ്ങൾക്കായി എത്തുന്നവർക്കും ശൗചാലയത്തിനായി നല്ലൊരു സംവിധാന മേഖലയില്ല. ഇവർക്ക് ഉപയോഗപ്രദമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർക്കറ്റിനോടനുബന്ധിച്ച് വിശ്രമ കേന്ദ്രവും പൊതു ശൗചാലയവും നിർമ്മിച്ചത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച സ്ഥാപനം ആർക്കും ഉപയോഗിക്കാനാവാത്ത സാഹചര്യമാണ്. എന്നാൽ കെട്ടിടം തുറന്നു പ്രവർത്തിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഇന്ന് പുറത്തുനിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഒരു സഞ്ചാരികളോ അല്ലെങ്കിൽ ഇവിടെ വ്യാപാര ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്ന ആളുകൾക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യം ഉപയോഗിക്കാനായിട്ട് ഇത്രയും കാലമായിട്ട് ഇവിടെ നല്ലൊരു സംവിധാനമില്ല. അതിനുവേണ്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പൈസ മുടക്കി പണി കഴിപ്പിച്ച ഒരു സ്ഥാപനമാണിത്. ഇത് തുറന്നു കൊടുക്കുന്നതിനായിട്ട് അധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുത്ത് ഇവിടുത്തെ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും പുറത്തുനിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഗുണപ്രദമാകുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുക്കണമെന്ന് ഇതിന്റെ അധികാരപ്പെട്ട ആളുകളുടെ മുന്നിൽ അറിയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ 12 കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം. 2020 പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തിയിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കാൻ അധികൃതർക്കായിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും തുറന്നു പ്രവർത്തിക്കാത്തതിനാൽ കെട്ടിടം നാശത്തിന്റെ വക്കിലാണ്. ഇതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.